ഈ വർഷത്തെ അതായത് 2026-ലെ ഉറൂസ് ഫെബ്രുവരി 4 ബുധനാഴ്ചയും 5 വ്യാഴാഴ്ചയുമായിട്ടാണ് നടക്കുന്നത്. ജനുവരി 27-ന് കൊടിയേറിയതോടെയാണ് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മയ്യത്തുംകരയിലെ ഷാബി, ഹനഫി ജമാഅത്തുകൾ സംയുക്തമായാണ് ഈ വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നത് എന്നത് ഇവിടുത്തെ ഐക്യത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്. കൊല്ലം ജില്ലയിൽ കൊല്ലം തേനി ദേശീയപാതയോട് ചേർന്ന് ചക്കുവള്ളിക്കും ഭരണിക്കാവിനും ഇടയിലായാണ് ചരിത്രപ്രസിദ്ധമായ പോരുവഴി മയ്യത്തുംകര ദർഗാ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ടയിൽ നിന്നും ഭരണിക്കാവിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. എന്താണ് മയ്യത്തുംകരയുടെ ചരിത്രം? പേരിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് യുദ്ധങ്ങളും പലായനങ്ങളും നടന്ന മണ്ണാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം മത പ്രബോധനത്തിനായി കേരളത്തിലെത്തിയ സൂഫി വര്യന്മാരിൽ ചിലർ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നുവെന്നും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹീതമായെന്നുമാണ് വിശ്വാസം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ, ഔലിയാക്കളുടെ സ്മരണാർത്ഥമാണ് വർഷം തോറും ഉറൂസ് കൊണ്ടാടുന്നത്. ആത്മീയ ചൈതന്യം തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും സൂഫി വര്യന്മാർ ഇവിടെ എത്തിയിരുന്നതായി പറയപ്പെടുന്നു. മയ്യത്തുംകര ദർഗയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നേർച്ച വഴിപാടുകളാണ്. സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആട്, കോഴി, പട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ, മാറാവ്യാധികൾ, തൊഴിൽ തടസ്സങ്ങൾ എന്നിവ നീങ്ങാൻ ഭക്തർ ഇവിടെയെത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഫലിച്ചവർ ആടുകളെയും കോഴികളെയും ദർഗയിലേക്ക് സമർപ്പിക്കുന്നു. ഉറൂസ് ദിവസങ്ങളിൽ ഇത്തരം നേർച്ചകളുമായി എത്തുന്ന ഭക്തരുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാം. മതപരമായ ചടങ്ങുകൾക്ക് പുറമെ അന്നദാനം, മതപ്രഭാഷണങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയും ഉറൂസിന്റെ ഭാഗമായി നടക്കുന്നു. ജാതിമത ചിന്തകൾക്കപ്പുറം പോരുവഴിയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടെ പങ്കുചേരുന്ന ഒരു ഉത്സവം കൂടിയാണിത്. ഇന്ന് ഫെബ്രുവരി 4-നും നാളെ 5-നുമായി നടക്കുന്ന ഈ പുണ്യ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളും മയ്യത്തുംകരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.